Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with the grammar portion which is prescribed in honors degree, that is descriptive and possessive adjectives. So once again, welcome to the video. So descriptive adjectives. So these are the words which glorifies or modifies a noun or a pronoun. അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഈ അഡ്ജക്റ്റീവ്സ് തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ ഓർഡർ ടു ഗ്ലോറിഫൈ ഓർ മോഡിഫൈ എ നൗൺ ഓർ പ്രൊനൗൺ, ഒരു നൗണിനെയോ ഒരു പ്രൊനൗണിനെയോ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് എ നൗൺ ഓർ പ്രൊനൗൺ, which means it enhances the quality of a noun or pronoun. It showcases additional information about its shape, color, size, appearance, conditions, texture and other qualities. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന്. ആൻഡ് ഈ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഗിവ് അഡീഷണൽ ഇൻഫോർമേഷൻ ടു ദ നൗൺ. നൗണിനൊരു അഡീഷണൽ ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ കളറ്, സൈസ്, അപ്പിയറൻസ്, കണ്ടീഷൻസ്, ടെക്സ്ചർ. അതായത് വി ക്യാൻ ഗ്ലോറിഫൈ ദാറ്റ് നൗൺ, അല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ എൻഹാൻസ് ദി ക്വാളിറ്റി ഓഫ് ദി പെർട്ടിക്കുലർ നൗൺ. അതിന് വേണ്ടിയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ദ ജനറലി കം ബിഫോർ ദി നൗൺ, ദ മോഡിഫൈ, ബട്ട് ദ ഓൾസോ അപ്പിയർ ആഫ്റ്റർ ലിങ്കിങ് വെർബ്. ജനറലി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് നൗണിന് മുൻപാണ്, പക്ഷേ നൗണിന് ശേഷവും ചില ലിങ്കിങ് വെർബായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഈസിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് കാണാൻ പറ്റുന്നതാണ്. ബട്ട് യൂഷ്വലി ഇറ്റ് കംസ് ബിഫോർ ദി നൗൺ, നൗണിന് മുമ്പാണ് സാധാരണ കാണുന്നത്. സോ മൂവിങ് ടു ദി എക്സാമ്പിൾസ്. നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സിന്. കാരണം ഒരു തിങ് അല്ലെങ്കിൽ ഒരു നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒത്തിരി വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് മാത്രമേ ഞാനിവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ, ഹാൻസം, ലവ്ലി, എലഗൻറ്റ്, ലിറ്റിൽ, ബിഗ്, ജോയ്ഫുൾ, സാഡ്, ഗ്ലൂമി, കളർഫുൾ, ഈഗർ, ഡാർക്ക്, കേളി, ഫെൻറ്റാസ്റ്റിക്, crisp, perfect, poor, powerful, rich, good, happy, lazy, lonely, nice, horrible, hungry, naughty, mischievous. അപ്പോൾ ഈ വേർഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയുക, ഒരു നൗണിനെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് മെൻഷൻ സം ഫ്യൂ എക്സാമ്പിൾസ്. വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി I'll give some examples through sentences. First one, she received a beautiful gift from her best friend. കണ്ടോ, അതായത് അവൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിരുന്നു. സോ ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ദി സെക്കൻഡ് വൺ ഈസ് ഏബിൾ ഈസ് എ ഫാൻറ്റാസ്റ്റിക് ഫുട്ബോൾ പ്ലെയർ. ഏബിൾ ഒരു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോൾ പ്ലെയർ ആണ്, വിച്ച് മീൻസ് ദ വേർഡ് ഫാൻറ്റാസ്റ്റിക് ഈസ് ദി ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ദെൻ തേർഡ് വൺ, മൈ നെയ്ബർ ഈസ് എ നൈസ് ഗായ്. അവിടെ നൈസ് എന്ന് പറയുന്ന വേർഡാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ദെൻ ദി ഫോർത്ത് വൺ, ഹിസ് ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് മൂവ് ടു ദുബായ്. അവിടെ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തതിൽ സ്റ്റുഡൻ്റാണ് അവിടുത്തെ നൗൺ, ആൻഡ് ബ്രില്യൻറ്റ് എന്ന് പറയുന്ന വേർഡാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ദെൻ ദാറ്റ് വാസ് ദി ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അവിടെ ബെസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ് ഡേയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ സം ഫ്യൂ എക്സാമ്പിൾസ് അബൌട്ട് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. സോ ഐ എം മൂവിങ് ടു ദി possessive adjectives. Possessive adjective is a word which modifies a noun to indicate ownership. അതായത് ഒരു നൗണിൻ്റെ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ആ ഒരു അവകാശം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്ലാരിഫൈസ് ടു ഹും ഓർ ടു വാട്ട് സംതിങ് ബിലോങ്സ് ഇൻ എ സെൻറ്റൻസ്. അതായത് ആരുടേതാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. സോ ഐ എം മൂവിങ് ടു ദി എക്സാമ്പിൾസ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മൈ,
മൈ ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ബൈ ദ സ്പീക്കർ. പറയുന്ന സ്പീക്കറിൻ്റെ ആ ഒരു ഓണർഷിപ്പിനെയാണ് മൈ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദി സെക്കൻഡ് വൺ യുവർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ബൈ ദ ലിസണർ. അതായത് കേൾക്കുന്ന അയാളുടെ ഓണർഷിപ്പിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ഹിസ് ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ബൈ എ മെയിൽ പേഴ്സൺ. ഒരു മെയിൽ പേഴ്സൻ്റെ ഓണർഷിപ്പ് കാണിക്കാനാണ് നമ്മൾ ഹിസ് എന്ന് പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹെർ എന്താണ്? ഡെഫിനറ്റ്ലി ഫോർ എ ഫീമെയിൽ പേഴ്സൺ. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ബൈ എ തിങ്. ദെൻ അവർ ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ബൈ എ ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ് സ്പീക്കറിൻ്റെ കൂടെ ഉള്ള മറ്റുള്ളവരെയും ചേർത്തിട്ടാണ് ഞങ്ങളുടെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ദെയർ ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ ഇതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. ദെൻ I'll give some examples. That is, this is my sister. Give me your pen. That's her book. I know his brother. We love our grandparents. I like your necklace. That is their house. Its tail is so soft. സോ ഇതാണ് നമ്മുടെ പൊസസീവ് അഡ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി ദീസ് 2 ടേംസ് ആർ വെരി സിമ്പിൾ. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദിസ് ഈസ് സംതിങ് വെരി ബേസ് ഓഫ് ദി ഗ്രാമർ. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. For more literature content videos, just subscribe my YouTube channel Natural Lines. Let's learn something fruitful in a few words. Thank you so much.